അപ്പോൾ ഇന്നും നൈറ്റ് ഒരു ഫുഡ് യാത്രയാണ് കേട്ടോ. അതായത് ഫുഡൊക്കെ കഴിച്ച് റോഡിൽ കൂടെ ഒരു പോക്ക് പോവുകയാണ്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊല്ലം തൊട്ട് കോട്ടയം പോകുന്ന ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ വഴിയാണ് ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് കൊട്ടാരക്കരയിൽ നമ്മുടെ ലക്ഷ്മി ബേക്കറിയുടെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് കയറിയതാണ്. അപ്പോൾ നമ്മുടെ കൊല്ലത്തും ലക്ഷ്മി ബേക്കറിയുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിലും ഇത്ര വലുതല്ല കേട്ടോ. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇറങ്ങിയത്. അതായത് ഇന്ന് ഭയങ്കര ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചിരിക്കുന്നത്. കാരണം രാത്രി കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുണ്ട്. അതും നമുക്ക് ഈ ലോക്കലെന്നല്ല, നമ്മുടെ ഈ അടുത്തൊക്കെയുള്ള സൈഡ് വഴിയൊക്കെയുള്ള ഫുഡ് ഉണ്ടല്ലോ, അതൊക്കെ തുറക്കാൻ പറ്റത്തില്ല, സീലിംഗ് കാണിക്കണേ. ഇത് ബട്ടർ ബണ്ണ് നോക്ക്, മൊത്തം എടുക്കണ്ടല്ലോ നമുക്ക്. 35 രൂപയേ ഉള്ളൂ ബട്ടർ ബണ്ണേ, 35 രൂപയേ ഉള്ളൂ. ബട്ടർ ഉണ്ടോ നോക്ക്. നല്ല ലാഭം, അത് ലാഭമാണ്. ഉള്ളിലോട്ട് നോക്കാറിയോ, ചിലപ്പോൾ തുമ്പത്തിരിക്കൂല. പക്ഷെ ഉള്ളിന്ന് വെച്ച് നോക്കേ, ഇല്ല മണം ഉണ്ടാ. മട്ടന്റെ മണമായിട്ട് തോന്നുന്നില്ല. നല്ല സോഫ്റ്റ് ബണ്ണ് സൂപ്പറാ. ബട്ടറിന്റെ മണമൊന്നും വരുന്നില്ല. 2 35 അല്ലേ? 35 രൂപ എടുത്താ. അടുത്ത മാക്രോൺസ്, കനകാന്തിയുടെ ഫേവറേറ്റ് സാധനം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം. നല്ലതാ ഇത്. അണ്ടിപ്പരിപ്പ് മൊത്തം എനിക്ക് ഇഷ്ടമല്ല. അണ്ടിപ്പരിപ്പും മുട്ടയും. മാക്രോൺ ഇത് എത്രയാ വില? ഇതിന്റെ റേറ്റ് 80 രൂപ. 80 രൂപ. പക്ഷെ ഇത് ലാഭം കേട്ടോ. ഇവിടെ എല്ലാം ലാഭം. ഞങ്ങൾ ബാക്കിയുള്ളടത്തൊക്കെ പോകുമ്പോൾ 150, 160, 180 വരെയൊക്കെ വരുമായിരുന്നു. എന്തൊരു കട്ടി. അപ്പൊ ഇത് തിന്നാൻ ഞാൻ എന്താ കനകാന്തിക്ക് കൊടുക്കുന്നു. നോക്ക്, എനിക്ക് വേണ്ട. കഴിച്ചു കാണിക്കത്. കൊള്ളാം, പക്ഷേ ഭയങ്കര ഏലക്ക. ഫേവറേറ്റ് സാധനം എനിക്ക് വേണ്ട കേട്ടോ. ഗീ കേക്ക്. ഇത് എവിടെ ചെന്നാലും നല്ല വിലയാണ്. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും സാധനം 160 രൂപ. അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയത്തില്ല. അതെ, എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഗീ ഒന്നും കാണത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇത് സുപ്രീമിന്ന് വാങ്ങാം. ഇവിടെ കൊല്ലം സുപ്രീം. എന്റെ പൊന്നു, അവിടത്തെ കേട്ടില്ല. ഇവിടുത്തെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? നോക്കട്ടെ. പക്ഷെ സാധനമൊക്കെ കൊള്ളാല്ലേ? ക്വാളിറ്റി ഉണ്ട്. സൂപ്പർ. ലാഭം എന്ന് പറഞ്ഞാൽ നല്ല ലാഭം. നമ്മൾ അവിടെയൊക്കെ പോയി മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ഒറ്റ കുഴപ്പമുള്ളൂ, 4-5 ദിവസത്തേക്ക് കാണൂ. അതായത് അതിൽ കൂടുതൽ ഇരിക്കൂല. പെട്ടെന്ന് കഴിച്ചു തീർക്കണം. വീട്ടിൽ പോയി കഴിക്കാം. എല്ലാം കൂടി എടുത്ത് കഴിച്ചാൽ ഇനി പോകുന്ന വഴി ബാക്കിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു പെപ്സിയും കൂടെ വാങ്ങി കേട്ടോ, ചെറുത്. ഇവിടെ വാങ്ങിക്കാത്ത മൊത്തം ഇരിക്കുക. ഈ ഗീ കേക്ക് അതെനിക്ക് ഒരെണ്ണം കൂടെ വേണം. ഗീ കേക്കിന് എന്താ കുഴപ്പമെന്ന് അറിയാവോ? ഗീ കേക്ക് 4 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു നീണ്ട കനച്ച ചവ പോലെ വരും. അപ്പം നമ്മളത് വേഗം കഴിച്ചു തീർക്കണം. ഞങ്ങളെന്താ ഇനി അടുത്ത പോയിട്ട് വരാം. വെള്ളം വേണോ? അപ്പോൾ അവിടുന്ന് വാങ്ങിയതൊക്കെ ഞങ്ങൾ കാർ ചെയ്ത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ. ഫുള്ള് കഴിച്ചിട്ടില്ല, കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ വയറിന് ബാക്കി വേണമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അടുത്ത യാത്രയിലേക്ക് പോവുക. ഇത് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല, വെറുതെ കറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഈ വരെ തന്നെ ഞങ്ങൾ തിരിച്ചു വരും, കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കുന്നതിലും ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്ത് പോണ സൈഡിൽ കാണുന്ന കുറേ നോർമൽ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഓയിൽ
പിന്നെ നാരൂന് വഴിയിൽ എവിടെ ചായ കണ്ടാലും പോണ വഴിക്കൊക്കെ ചായ വേണം കേട്ടോ. അപ്പോൾ ചായ വാങ്ങി കുടിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു മറ്റേ പപ്പടവട ഉണ്ടല്ലോ, അതും ഒരു ഏത്തക്കാപ്പവും ഞങ്ങൾ കഴിച്ചു കേട്ടോ. വലിയ രസം ഉണ്ടായിരുന്നില്ല. ഇനി ഉച്ചയ്ക്ക് വല്ലതും ആണോ അത് ഇനി എണ്ണ കനച്ചാണോ എന്നറിയില്ല. ചെറിയൊരു കനച്ച എണ്ണയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ രസം ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ആളൊക്കെ ഉണ്ടോ. എനിക്ക് തോന്നുന്നു ഈ രാത്രി ഫുഡൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത് എത്തിയത് ഇവിടെയാണ് കേട്ടോ. പോകുന്ന വഴിയാണ്. സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഗോ ഗ്രിൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പം നമ്മൾ വിചാരിച്ച് ഈ റോൾസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ഈ ചിക്കൻ റോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അങ്ങനെ ഒരു 3-4 സാധനം എന്തൊക്കെയോ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ കയറി കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, പിന്നെ ഒരു രസമാണ്. വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. നിങ്ങളാലേക്കും എല്ലാം കൊണ്ടും ഒന്ന് കാറിയിരുന്ന് കഴിക്കുന്ന എന്താണെന്നിരിക്കും. നമ്മൾ ഓരോരുത്തർ കയറി ഇതാണൊക്കെ സംസാരിച്ചു എടുത്ത് കാണിച്ചു ഒന്നും കഴിക്കാൻ ഇത് കാണത്തില്ല. നമ്മൾ അഥവാ അങ്ങനെ കയറി സംസാരിച്ചാലും ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബാകും. ഇതാകുമ്പോൾ നമുക്ക് അല്ല, ഞങ്ങൾക്ക് പിന്നെ കാറിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ തന്നെ ഇഷ്ടം. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് ബുക്ക് ചെയ്ത് കഴിപ്പ് അങ്ങനത്തെ ഇല്ല. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വാങ്ങി സ്വിഗ്ഗി ഓർഡർ ചെയ്യും. സൂപ്പറായിട്ട് ഇരുന്ന് കഴിക്കും. ഇതിപ്പം പക്ഷെ അവർ പ്ലേറ്റ് ഒക്കെ തന്നു കേട്ടോ എക്സ്ട്രാ. കാറിരുന്ന് കഴിക്കുന്ന അതുകൊണ്ട് മറ്റേ ടേപ്പ് ഒന്നും ഒട്ടിക്കേണ്ട പാക്കിങ്ങിലെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് ലോഡഡ് ഫ്രൈസ്. സ്പൂൺ ഒന്നുമില്ല. ലോഡഡ് ഫ്രൈസും പിന്നെ മോമോസും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. മോമോസ് ഫ്രൈഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലോഡഡ് ഫ്രൈസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മോമോസും സോസും ഉണ്ട്. മയോണൈസ് ഇല്ല. മയോണൈസ് അല്ല, ഇതേ ഉള്ളൂ. ചിലരെ തരത്തുള്ളൂ, മിക്കവരും. ഇതിനകത്തെല്ലാം ഉണ്ടോ? ഇല്ല, ഉറപ്പാ? ഇല്ല ഇതിനകത്തില്ല, കവറില്ല. എത്ര ഇത് ചെറിയ മോമോസ് കേട്ടോ. ഇതുണ്ടോ ഇവിടെ? അതെ, ഇങ്ങനെ എല്ലാം കുഴപ്പമൊന്നുമില്ല. നീളത്തിരിക്കുന്നേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട്? 6 6 120 രൂപ കേട്ടോ, ഫ്രൈഡ് മോമോസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാധനം. നമ്മൾ ആദ്യം ചട്നി അല്ല, അത് അവിടെ നേരത്തെ എടുത്ത് പാക്ക് ചെയ്ത്. ആ മയോണൈസും വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ പാക്ക് ചെയ്ത്. ഇതിന് കാണത്തില്ല. എനിക്ക് തോന്നേ വേണ്ട കേട്ടോ. പിന്നെ മോമോസിൻ്റെ ചട്നിയാണ് ഏറ്റവും ടേസ്റ്റ്. സ്പൂണൊന്നും വേണ്ട. സ്പൂണും തിന്നല്ലേ, ചൂടാണേ നോക്കി കടിക്കണേ. പക്ഷേ നമ്മൾ മുന്നേ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട്. കൊള്ളില്ല. ചട്നി കൊള്ളാവോ? വികാരം തോന്നുന്നില്ല. ആണോ? ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ആണോ? അത് നോക്കേ. പക്ഷെ കൊള്ളാം ഇഞ്ചിയുടെ. പക്ഷെ യഥാർത്ഥത്തിൽ മോമോസിൽ ഇഞ്ചിയുടെ ഒരു ഇത് വരും. അല്ല, ലുലുവിൽ ഞാൻ പോയി മേടിച്ചപ്പോൾ ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ. ഞാൻ എടുക്കട്ടെ ഇനി. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ, കഴിക്കാം. നീ വോയിസ് കൊടുത്താൽ മതി. ചീസുണ്ട്, ഫ്ലെക്സ് ഉണ്ട്, അകത്ത് ചീസുണ്ട്, അടിയിലും ചീസ് ഇത് വെച്ചിട്ടുണ്ട്. ഒരു വികാരമില്ല. അടിയിൽ നിന്ന് എടുക്കുക, ഫ്രൈസും കൂടെ എടുത്ത്. എരിവ് അകത്തുനിന്ന് ഫ്രൈസ് ഇട്. കൊള്ളാമോ?
ഓർഡർഡ് ഫ്രൈസ് വാങ്ങിയത് മാത്രം ജസ്റ്റ് ഒന്ന് ചീറ്റിപ്പോയി കേട്ടോ. അത് ഞങ്ങൾക്ക് കഴിക്കാനേ പറ്റില്ല, എരിവായിരുന്നു, വലിയ രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് വീണ്ടും യാത്രയാണ് കേട്ടോ. എനിക്ക് ഈ ഫ്രണ്ടിൽ കൂടെ ഇതേപോലെ ഈ തടിയൊക്കെ വെച്ച് ലോറി പോകുമ്പോഴേ, നിങ്ങൾ ആരെങ്കിലും ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ ഈ ലോറി വന്ന് വീണിട്ട് ആ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? എനിക്കിങ്ങനെ ലോറി പോകുമ്പോൾ ആകെ മൊത്തത്തിൽ നെഞ്ചിക്കൂടെ ഒരു ആദ്യമാണ് കേട്ടോ. കാരണം ആ സീൻ എനിക്ക് ഓർമ്മ വരും, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫിലിമില്ലേ അതിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ ഒരു തട്ടുകടയിൽ വന്നേ കേട്ടോ. ഇവിടുന്ന് പൊറോട്ടയും പിന്നെ എല്ല് കറി എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഈ പൊറോട്ടയുടെ എടുത്തില്ല, എല്ല് കറിയുടെ എടുത്തില്ല. കാരണം മൊത്തത്തിലാകെ എന്തൊക്കെയോ കഴിച്ചിട്ട് വയറിന് ഒട്ടും സുഖമില്ലാതിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം പൊറോട്ടയും എല്ല് കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മൊത്തത്തിൽ എല്ലായിരുന്നു. എല്ല് കറി പിന്നെ മൊത്തത്തിൽ എല്ലായിരിക്കുമല്ലോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓംലെറ്റും വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഫുഡായിട്ട് ഞങ്ങൾ കഴിച്ചത്. ബാക്കിയെല്ലാം കാറിൽ ബാലൻസ് ഇരിപ്പുണ്ട്. എന്നിട്ട് തിരിച്ച് വരുന്നവർക്ക് ഇതൊരു സ്റ്റേഡിയത്തിൽ നാരൂന് പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ക്രിക്കറ്റോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ക്രേസാണ്. പണ്ട് ഒരുപാട് പോകുമായിരുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പോകാറില്ല. എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് ക്രിക്കറ്റിൻ്റെ ABCD അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ ട്രെസ്ലെച്ചസ് കേക്ക് ഉണ്ടല്ലോ, അത് ഒരെണ്ണം വാങ്ങി. അപ്പോൾ ഇന്നത്തെ ഫുഡ് എക്സ്പ്ലോറിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.